ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസിൻ്റെതാണ് ഇന്നത്തെ ക്ലാസ്സും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തേത്. സെറ്റ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കൊട്ടേഷനാണ്. മീൻസ് ആർ ആഫ്റ്റർ എവരിത്തിങ് ആസ് ദ മീൻസ് സോ ദ എൻഡ് ദർ ഈസ് നോ വാൾ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ മീൻസ് ആൻഡ് എൻഡ്സ്. ഹൂ സെഡ്? ഓപ്ഷൻസ്: എ ഗാന്ധിജി, ബി കൗഡില്യ, സി എം.എൻ. റോയി, ഡി ആർ.എം. ലോഹ്യ. മീൻസ് ആർ ആഫ്റ്റർ എവരിത്തിങ് ആസ് ദ മീൻസ് സോ ദ എൻഡ് ദർ ഈസ് നോ വാൾ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ മീൻസ് ആൻഡ് എൻഡ്സ്. ഹൂ സെഡ്? Answer option A, Gandhiji. Next question. Balance of power is an important principle of dash thought in international politics. Options: A, liberal, B, Marxist, C, traditional, D, realist. Answer option D ആണ് realist. Balance of power is an important principle of realist thought in international politics. Balance of power. The balance of power is a core theory in international relations that describes the distribution of power among states and the efforts to maintain a stable balance. Balance of power means അധികാര സന്തുലനാവസ്ഥ. അതാണ് അതിൻ്റെ മലയാളം. The balance of power is a core theory in international relations that describes the distribution of power among states and the efforts to maintain a stable balance. അതായത് രാജ്യങ്ങൾക്കിടയിലുള്ള അധികാര വിതരണത്തെയും സുസ്ഥിരമായ സന്തുലനാവസ്ഥ നിലനിർത്താനുള്ള ശ്രമങ്ങളെയും വിവരിക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു പ്രധാന സിദ്ധാന്തമാണ് ഈ ബാലൻസ് ഓഫ് പവർ അഥവാ അധികാര സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. The balance of power is a state of equilibrium where power is distributed among states in a way that prevents any one state from dominating the others. ഏതെങ്കിലും ഒരു സംസ്ഥാനം മറ്റുള്ളവയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ അധികാരം വിതരണം ചെയ്യുന്ന സന്തുലനാവസ്ഥയാണ് ഈ ബാലൻസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ദി ബാലൻസ് ഓഫ് പവർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം വെയർ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് സ്റ്റേറ്റ്സ് ഇൻ എ വേ ദാറ്റ് പ്രിവെന്റ്സ് എനി വൺ സ്റ്റേറ്റ് ഫ്രം ഡോമിനേറ്റിംഗ് ദി അതേഴ്സ്. The goal of the balance of power is to maintain a stable distribution of power and prevent the rise of a hegemonic power. ബാലൻസ് ഓഫ് പവർ സിസ്റ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം അധികാരത്തിൻ്റെ സുസ്ഥിരമായ വിതരണം നിലനിർത്തുകയും ആധിപത്യ ശക്തിയുടെ ഉദയം തടയുകയും ചെയ്യുക എന്നതാണ്. The theory of balance of power. The balance of power theory is based on the idea that states can secure their survival by preventing any one state from gaining too much military power. ഏതെങ്കിലും ഒരു സംസ്ഥാനം വളരെയധികം സൈനിക ശക്തി നേടുന്നത് തടയുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ കഴിയും എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ബാലൻസ് ഓഫ് പവർ. സ്ട്രാറ്റജീസ് അഥവാ തന്ത്രങ്ങൾ. സ്റ്റേറ്റ് യൂസ് വേരിയസ് സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് പവർ ഇൻക്ലൂഡിംഗ് വാർ, അലയൻസസ്, കൗണ്ടർ അലയൻസസ്, ബഫർ സ്റ്റേറ്റ്സ്, ഇൻ്റർവെൻഷൻ ആൻഡ് ഇൻ്റർനാഷണൽ പ്രഷർ. യുദ്ധം, സഖ്യങ്ങൾ, എതിർ സഖ്യങ്ങൾ, ബഫർ സ്റ്റേറ്റുകൾ, ഇടപെടൽ, അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നിവയുൾപ്പെടെ അധികാര സന്തുലനാവസ്ഥ നിലനിർത്താൻ സംസ്ഥാനങ്ങൾ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. Evolution. The balance of power is not permanent and it can shift over time as states form new coalitions to respond to new threats. Evolution of balance of power. Evolution means പരിണാമം. ബാലൻസ് ഓഫ് പവർ അഥവാ അധികാര സന്തുലനാവസ്ഥ ശാശ്വതമല്ല. പുതിയ ഭീഷണികളോട് പ്രതികരിക്കാൻ സംസ്ഥാനങ്ങൾ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് കാലക്രമേണ മാറാം. History of balance of power. The balance of power has changed drastically since the early 20th century with World War I and World War II integrating most of the world's nations into a single balance of power system.
ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളെയും ഏകീകൃതമായ ഒരു സന്തുലന ശക്തി സംവിധാനത്തിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ അധികാര സന്തുലനാവസ്ഥ ഗണ്യമായി മാറി. 34-ാമത്തെ ക്വസ്റ്റ്യൻ. അസർഷൻ. സിസ്റ്റംസ് തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് അലീജ്ഡ് ഐഡിയോളജിക്കൽ ബേസിസ് ഫേവർ ഓഫ് സ്റ്റാറ്റസ് കോ. നെക്സ്റ്റ്. റീസൺ. സിസ്റ്റംസ് തിയറി സ്ട്രെസ്സസ് അപ്പോൺ നോഷൻസ് ഓഫ് സ്റ്റെബിലിറ്റി, ഇക്വിലിബ്രിയം, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് പാറ്റേൺ മെയിൻ്റനൻസ്. അസർഷനിൽ പറയുന്നത് സിസ്റ്റംസ് തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് അലീജ്ഡ് ഐഡിയോളജിക്കൽ ബേസിസ് ഫേവർ ഓഫ് സ്റ്റാറ്റസ് കോ. സിസ്റ്റം തിയറി അഥവാ വ്യവസ്ഥാപിത സിദ്ധാന്തം അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുടെ സ്റ്റാറ്റസ് കോ അഥവാ പൂർവ്വസ്ഥിതിയുടെ അനുകൂലമായ ആരോപണത്തിന് വിമർശിക്കപ്പെട്ടു. റീസൺ. സിസ്റ്റംസ് തിയറി സ്ട്രെസ്സസ് അപ്പോൺ നോഷൻസ് ഓഫ് സ്റ്റെബിലിറ്റി, ഇക്വിലിബ്രിയം, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് പാറ്റേൺ മെയിൻ്റനൻസ്. സിസ്റ്റം തിയറി സ്ഥിരത, സന്തുലനാവസ്ഥ, സ്ഥിരമായ അവസ്ഥ, പാറ്റേൺ മെയിൻ്റനൻസ് എന്നിവയുടെ സങ്കല്പങ്ങളെ ഊന്നിപ്പറയുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. സിസ്റ്റം തിയറി. സിസ്റ്റംസ് തിയറി ഇൻ പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് പൊളിറ്റിക്സ് ദാറ്റ് ഈസ് അബ്സ്ട്രാക്റ്റ് ആൻഡ് ഹോളിസ്റ്റിക് ആൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈബർനെറ്റിക്സ്. It views society as a computer with inputs, processes and outputs. The theory was developed by David Easton in 1953. Systems theory is useful for studying political institutions such as political parties, cities, and international political systems. It can help analyze interactions, structures, processes, and institutions related to politics. Father of general system theory, Ludwig von Bertalanffy. System theory in political science is a way of looking at politics that is abstract and holistic and is influenced by cybernetics. It views society as a computer with inputs, processes and outputs. The theory was developed by David Easton in 1953. പൊളിറ്റിക്കൽ സയൻസിലെ സിസ്റ്റം സിദ്ധാന്തം അമൂർത്തവും സമഗ്രവുമായ സൈബർനെറ്റിക്സ് സ്വാധീനിക്കുന്ന രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ഒരു മാർഗമാണ്. ഇൻപുട്ടുകളും പ്രോസസ്സുകളും ഔട്ട്പുട്ടുകളുമുള്ള ഒരു കമ്പ്യൂട്ടറായി സമൂഹത്തെ ഈ സിസ്റ്റം കാണുന്നു. 1953 ഡേവിഡ് ഈസ്റ്റനാണ് ഈ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത്. Systems theory is useful for studying political institutions such as political parties, cities, and international political systems. It can help analyze interactions, structures, processes, and institutions related to politics. രാഷ്ട്രീയ പാർട്ടികൾ, നഗരങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയ സംവിധാനങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പഠിക്കാൻ സിസ്റ്റം സിദ്ധാന്തം ഉപയോഗപ്രദമാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, ഘടനകൾ, പ്രക്രിയകൾ, സ്ഥാപനങ്ങൾ എന്നിവ വിശകലനം ചെയ്യാൻ ഇത് സഹായിക്കും. ഫാദർ ഓഫ് ജനറൽ സിസ്റ്റം തിയറി എന്നറിയപ്പെടുന്നത് ലുഡ്വിഗ് വോൺ ബെർട്ടലൻഫി ആണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗെയിം തിയറി വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ഓപ്ഷൻസ് എ മാർട്ടിൻ ഷുബിക്, ബി മോർഗൻസ്റ്റേൺ, സി എമിൽ ബോറൽ, ഡി കാൾ ഡൂയിഷ്. ഗെയിം തിയറി വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ആൻസർ ഓപ്ഷൻ സി എമിൽ ബോറൽ. Game theory. Game theory is the study of how people interact and make decisions. This broad definition applies to most of the social sciences, but game theory applies mathematical models to these interactions under the assumption that each person's behavior impacts the well-being of all other participants in the game. These models are often create simplified abstractions of real world interactions. Game theory is the study of how people interact and make decisions. ആളുകൾ എങ്ങനെ ഇടപഴകുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. Game theory is the study of how people interact and make decisions. This broad definition applies to most of the social sciences, but game theory applies mathematical models to this interaction under the assumption that each person's behavior impacts the well-being of all other participants in the game.
These models are often quite simplified abstractions of real-world interactions. ഈ ഗെയിം തിയറിയുടെ ബ്രോഡ് ഡെഫിനിഷൻ മിക്ക സാമൂഹിക ശാസ്ത്രങ്ങൾക്കും ബാധകമാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റം ഗെയിമിലെ മറ്റെല്ലാ പങ്കാളികളുടെയും ക്ഷേമത്തെ സ്വാധീനിക്കുമെന്ന അനുമാനത്തിൽ ഗെയിം സിദ്ധാന്തം ഈ ഇടപെടലിന് ഗണിതശാസ്ത്ര മാതൃകകൾ പ്രയോഗിക്കുന്നു. ഈ റിയൽ വേൾഡ് ഇൻ്ററാക്ഷൻസിൽ ഈ മോഡലുകൾ പലപ്പോഴും ലളിതവൽക്കരിച്ച സംഗ്രഹങ്ങളാണ്. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ എമിൽ ബോറൽ ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദി ഫസ്റ്റ് ടു ഡിഫൈൻ ദ തിയറി ഓഫ് ഗെയിംസ് ആൻഡ് സ്ട്രാറ്റജി. ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റൈൻ ഡെവലപ്ഡ് ഗെയിം തിയറി ഇൻ ദി 1940s. എമിൽ ബോറലാണ് ഈ ഗെയിം തിയറിയെ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത്. ഇതൊരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ് എമിൽ ബോറൽ. എന്നാൽ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ മോർഗൻസ്റ്റൈൻ. 1940കളിലാണ് ഈ ഗെയിം തിയറി ന്യൂമാനും മോർഗൻസ്റ്റൈനും ചേർന്ന് ഡെവലപ്പ് ചെയ്തത്. Borel published several papers on game theory between 1921 and 1927. However, John von Neumann is generally credited with developing and popularizing game theory after publishing his first paper in 1928. In 1944, von Neumann and economist Oscar Morgenstern published the theory of games and economic behavior, which established game theory as a field in its own right. 1921നും 27നും ഇടയിൽ ഗെയിം തിയറിയെക്കുറിച്ച് ബോറൽ നിരവധി പ്രബന്ധങ്ങൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്നിരുന്നാലും 1928 തൻ്റെ ആദ്യ പ്രബന്ധം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഗെയിം സിദ്ധാന്തം വികസിപ്പിക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തതിൻ്റെ ബഹുമതി ജോൺ വോൺ ന്യൂമാനാണ് ലഭിച്ചത്. ഗെയിം തിയറി അവരുടെ സ്വന്തം ആശയങ്ങളായി വികസിപ്പിച്ചു. Commerce clause is a section of Constitution of options A. USA, B. Canada, C. France, D. China. Commerce clause is a section of Constitution of answer option A. USA. The Commerce clause is a section of the United States Constitution. Article 1, Section 8, Clause 3. The Commerce Clause gives Congress the power to regulate commerce among states, regulate commerce with foreign nations, and regulate commerce with Native American tribes. Commerce Clause യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭരണഘടനയുടെ ഒരു വിഭാഗമാണ്. അത് ആർട്ടിക്കിൾ 1 വിഭാഗം 8 ക്ലോസ് 3. കൊമേഴ്സ് ക്ലോസ് കോൺഗ്രസിന് അധികാരം നൽകുന്നു. സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വാണിജ്യം നിയന്ത്രിക്കുക, വിദേശ രാജ്യങ്ങളുമായി വാണിജ്യം നിയന്ത്രിക്കുക, തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കൊമേഴ്സ് ക്ലോസ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.